നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതില്ലേ, അതെങ്ങനെ ചെയ്യുക, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ? മറ്റ് പല യൂട്യൂബേഴ്സും ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോസ്, ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രേക്ഷകരും എൻ്റെ അടുത്ത് വന്നിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് എങ്ങനെയാണ് ചെയ്യുക, അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങിയത്. ഞാൻ ആലോചിച്ചപ്പോൾ എന്തിനാണ് നമുക്ക് പരിചയമില്ലാത്ത ഒരു തരം ട്രേഡിംഗ് നമുക്ക് പരിചയമില്ലാത്ത ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ഡെയിലി യൂസ് ചെയ്യുന്ന നമുക്ക് നല്ല പരിചയമുള്ള ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ചുകളിൽ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് പോകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബൈനാൻസിൽ എങ്ങനെയാണ് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഒക്കെയാണ് നിങ്ങൾ ബൈനാൻസ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ വാനില ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു തരം ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. എന്നാൽ മൊബൈൽ ആപ്പിലേക്ക് വരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ആ സിസ്റ്റത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മൊബൈലിൽ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു തരം ഓപ്ഷൻ ട്രേഡിംഗ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ മൊബൈൽ ആപ്പിൽ എങ്ങനെയാണ് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് വിശദമായിട്ട് തന്നെ നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാറുള്ള ഒരാളൊന്നുമല്ല. ഞാൻ ഫ്യൂച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത്. ഡെയിലി ഫ്യൂച്ചർ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് എപ്പോഴൊക്കെയാണ് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക, എത്ര ക്യാപിറ്റൽ വെച്ചുകൊണ്ട് എത്ര പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. അപ്പോൾ ആപ്പിനകത്ത് പോയിട്ട് എങ്ങനെയാണ് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ പറ്റി നോക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഓപ്ഷൻസ് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഇതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങൾ പറയാനായിട്ട് ഈ ഒരു വീഡിയോ പോരാതെ വരും. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയൊരു കഥയിലൂടെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു വീട് വാങ്ങിക്കാനായിട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആ ഒരു വീട് മറച്ച് വിറ്റുകൊണ്ട് അങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വീട് വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കി വെച്ചിട്ടുള്ള വീടിന് 10 ലക്ഷം രൂപയാണ് വില പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഒരു വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഡിമാൻഡുള്ള ഒരു സ്ഥലമൊന്നുമല്ല, അല്ലെങ്കിൽ അത്രത്തോളം വില കിട്ടുന്ന ഒരു സ്ഥലമോ പരിസരമോ ഒന്നുമല്ല ആ ഒരു വീട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 10 ലക്ഷം രൂപയ്ക്ക് ആ ഒരു വീട് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് വിൽക്കുമ്പോൾ, നിങ്ങളത് മറിച്ച് വിൽക്കുമ്പോൾ കാര്യമായിട്ടുള്ള ലാഭമൊന്നും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു 10 കൊല്ലത്തിന് ശേഷം ആ ഒരു വീടിന് മുൻപിലൂടെ ഒരു ഹൈവേ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഹൈവേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം എന്ന് പറയുന്നത് ചിലപ്പോൾ 50 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടിയൊക്കെ ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെ അധികം ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വിലയായിട്ടുള്ള 10 ലക്ഷത്തിൽ നിങ്ങൾ ആ വീട് വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 50 ലക്ഷം രൂപ ആ ഒരു സ്ഥലത്തിന് വില വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വീടിന് 50 ലക്ഷം രൂപ വില വരുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ആ വീട് വാങ്ങിക്കാനായിട്ടുള്ള അത്രയും ഫണ്ട് നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുകയാണ്, നിങ്ങൾ ആ ഒരു വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് ഒരു കരാറിലെത്തുകയാണ്. അതായത് നിങ്ങളൊരു 50,000 രൂപയുടെ ടോക്കൺ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ഒരു 10 വർഷത്തേക്ക് ഒരു കരാർ എഴുതുകയാണ്. 10 വർഷത്തിനുള്ളിൽ ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരു 10 ലക്ഷം രൂപയ്ക്ക് 10 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ ആ ഒരു വീട് വാങ്ങിക്കാം എന്നുള്ളൊരു കരാറിൽ നിങ്ങൾ എത്തുകയാണ്. 50,000 രൂപ ഒരു ടോക്കൺ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ 10 വർഷം കഴിഞ്ഞപ്പോൾ ആ ഒരു വീടിന് മുൻപിലൂടെ ഹൈവേ വന്നു. ആ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്ന വീടിന് ഇപ്പോൾ 50 ലക്ഷം രൂപയാണ് വില. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് ആ വീട് വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 50 ലക്ഷത്തിന് വിൽക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ ഒരു കരാർ വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ഇതിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വയ്ക്കാം. ഇനി നമ്മുടെ ക്രിപ്റ്റോയുടെ കാര്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ വില ഒരു 100 രൂപയാണെന്ന് വിചാരിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ വില ഒരു 110 രൂപയിലേക്ക് ഉയരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു കോൾ ഓപ്ഷനാണ് പ്ലേസ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ വില ഒരു 100 രൂപയാണ്. ഒരു 10 മിനിറ്റിന് ശേഷം ബിറ്റ്കോയിൻ്റെ വില 100 രൂപയിൽ നിന്ന് 90 രൂപയിലേക്ക് താഴുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുട്ട് ഓപ്ഷൻ അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ലോങ്ങും ഷോർട്ടും പോലെ തന്നെയാണ് ഈ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. മുകളിലേക്കാണെങ്കിൽ കോൾ ഓപ്ഷൻ, താഴേക്കാണെങ്കിൽ പുട്ട് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ കോൾ ഓപ്ഷൻ എന്താണ്, പുട്ട് ഓപ്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഇതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. സ്ട്രൈക്ക് പ്രൈസും പ്രീമിയവും ബ്രേക്ക് ഈവണും ഒക്കെ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആപ്പിനകത്ത് നിന്നുണ്ട് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബൈനാൻസ് ആപ്പിലാണ്. ഇതിൽ എവിടെയാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ? നേരെ ഫ്യൂച്ചേഴ്സിലേക്ക് പോവാം. ഫ്യൂച്ചേഴ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് USD ഫ്യൂച്ചേഴ്സ് കാണാം, കോയിൻ ഫ്യൂച്ചേഴ്സ് കാണാം, ഓപ്ഷൻസ് കാണാം, ബാറ്റിൽ കാണാം. ഇതിൽ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാനായിട്ട് പോകുന്നത്. USD ഫ്യൂച്ചേഴ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ബാറ്റിലിനെ പറ്റിയിട്ടും നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് BTC USDT എന്ന് പറയുന്ന പെയർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് പെയർസ് ഒക്കെ കാണാനായിട്ട് പറ്റും.
BTC USDT ഉണ്ട്, എത്തേറിയം USDT ഉണ്ട്, XRP USDT ഉണ്ട്, ലൈറ്റ് കോയിൻ ഉണ്ട്, ചെയിൻ ലിങ്ക് ഉണ്ട്, BNB ഉണ്ട്. അങ്ങനെ കുറച്ച് പേഴ്സ് മാത്രമേ നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അതിന് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം പീരീഡ് കാണാനായിട്ട് പറ്റും. 5 മിനിറ്റ് ഉണ്ട്, 10 മിനിറ്റ് ഉണ്ട്, 30 മിനിറ്റ് ഉണ്ട്, 1 അവർ ഉണ്ട്, അങ്ങനെ 1 ഡേ ടൈം ഫ്രെയിം വരെ ഉണ്ട്. ഈ ഒരു ടൈം പീരീഡിനകത്താണ് നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുന്നത്. അതായത് 5 മിനിറ്റിനകത്ത് ഇപ്പോഴുള്ള വിലയിൽ നിന്ന് എത്രത്തോളം താഴേക്ക് പോകും അല്ലെങ്കിൽ എത്രത്തോളം മുകളിലേക്ക് പോകും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് കാണാനായിട്ട് പറ്റും. ഒന്നുകിൽ നമ്മുടെ ഫ്യൂച്ചേഴ്സ് വാലറ്റിൽ കിടക്കുന്ന ബാലൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സ്പോട്ട് വാലറ്റിൽ കിടക്കുന്ന USDT വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും വെറും ഒരു USDT മാത്രമേ എൻ്റെ അവൈലബിൾ ബാലൻസ് ആയിട്ട് അവിടെ കിടക്കുന്നുള്ളൂ. ഒരു USDT കൊണ്ടൊക്കെ നമുക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റുമോ? അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്രത്തോളം ഒരു പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ വഴിയെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. അതിലൂടെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ കാര്യമായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസോ കാര്യങ്ങളോ ചാർട്ട് അനാലിസിസോ ഒന്നും ഞാൻ അവിടെ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട് ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴേക്ക് തന്നെയായിരിക്കും പോവുക എന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ്. അപ്പോൾ താഴേക്ക് പോകുമ്പോൾ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് പുട്ട് ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പുട്ട് ഓപ്ഷന് മുകളിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഈ ഒരു 1 USDT വെച്ചുകൊണ്ട് നമുക്ക് മാക്സിമം എത്ര ബിറ്റ്കോയിൻ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ എടുക്കാനായിട്ട് പറ്റുമെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ താഴെ മാക്സിമം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 0.008 ബിറ്റ്കോയിൻ ആണ് നമുക്ക് ഒരു USDT കിട്ടുന്നത്. വേറെ എവിടെയെങ്കിലും കിട്ടും 0.08 BTC, 0.008 BTC നമുക്ക് ഒരു USDTക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും? ഒരിക്കലും കിട്ടില്ല. നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഞാൻ 0.008 BTC ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിവിടെ പുട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പുട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ വരും. ഇവിടെയാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത്. അതായത് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തു, ഇപ്പോൾ താഴേക്കാണ് പോകുന്നത് എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു, ആ മാർക്കറ്റ് പ്രൈസിൽ നിന്ന്, അതായത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൈസിൽ നിന്ന് താഴേക്ക് ചുമ്മാ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടില്ല. ഒരു ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറയുന്ന ഒരു പ്രൈസ് ഉണ്ട്. ആ പ്രൈസും കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് അണ്ടർലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഏത് കോയിനിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, BTC USDT ആണ്, അത് കാണാനായിട്ട് പറ്റും. ക്വാണ്ടിറ്റി എത്രയാണ്? 0.008 ആണ് നമ്മുടെ ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത്. സ്ട്രൈക്ക് പ്രൈസ്, അതായത് നമ്മൾ ഏത് പ്രൈസിലാണ് ഈ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്, 38,954 എന്ന് പറയുന്ന പ്രൈസിലാണ് നമ്മൾ ഈ ഒരു പുട്ട് ഓപ്ഷൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പ്രീമിയം നമ്മൾ എത്ര എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്, 1.006 USDT വെച്ചുകൊണ്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറയുന്നത് 38,829 ആണ്. അതായത് 38,954 നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൈസിൽ നിന്ന് 38,829 USDT കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ നിന്നൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, നമുക്കിനി എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ടാർഗറ്റ് പ്രൈസ് കാണാനായിട്ട് പറ്റും. ഇവിടെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് മൈനസ് എത്രത്തോളം ഡൗൺ ആവാനായിട്ട് ചാൻസ് ഉണ്ടോ, എത്ര ഡോളർ ഡൗൺ ആവാനായിട്ട് ചാൻസ് ഉണ്ടോ ആ ഒരു എമൗണ്ട് ആണ്. അതായത് ഇപ്പോൾ 38,954 ആണ് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ്. നമ്മൾ ആ ഒരു പ്രൈസിലാണ് നമ്മളിത് ഈ ഒരു ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഒരു $1,000 ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ, ബിറ്റ്കോയിൻ്റെ ഒരു $1,000 ഡൗൺ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് 37,954 എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 6.99 USDT പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. നമ്മുടെ ഒരു USDT ആണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ഒരു USDT വെച്ചുകൊണ്ട് 6.994 USDT നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 38,000 നിന്ന് 37,000 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 USDTയോളം പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിവിടെ ലോസ് വരികയാണെങ്കിൽ മാക്സിമം ഈ ഒരു USDT മാത്രമേ നമുക്ക് ലോസ് വരുള്ളൂ. ഇവിടെ ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും, പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ഈ ഒരു ബ്രേക്ക് ഈവൻ പ്രൈസ് കഴിഞ്ഞുകൊണ്ട് എത്ര താഴേക്ക് പോയാലും അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് വളരെ വലിയ രീതിയിൽ തന്നെ കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ പ്രത്യേകത. ഇനി എപ്പോഴൊക്കെയാണ് നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് നല്ല രീതിയിൽ ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചുമ്മാ ഒരു പുട്ട് ഓപ്ഷൻ ഇട്ട് വെച്ചാൽ മതി. വളരെ ഗംഭീരമായിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു കോൾ ഓപ്ഷൻ അവിടെ പ്ലേസ് ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആ ഒരു ട്രേഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബൈനാൻസ് ആപ്പിൽ നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നത്. പ്രധാനമായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ വളരെ വലിയ എമൗണ്ട് വെച്ചുകൊണ്ടൊന്നും ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു ബ്രേക്ക് ഈവൻ പ്രൈസ് കടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസ് ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വലിയ എമൗണ്ട് ഒന്നിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. മാക്സിമം ഒരു 10 USDT ഒക്കെ ഇട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 10 USDT ഒക്കെ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് ആയതിനു ശേഷം നിങ്ങൾക്ക് പതുക്കെ നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരാം. ഒറ്റയടിക്ക് വലിയ എമൗണ്ട് ഒക്കെ ഇട്ട് വലിയ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് തന്നെ വളരെ വലിയ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. നാശത്തിലേക്കാണ് ആ പോക്ക്.
ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകൾ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം.